നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഗർഭിണികളും മാനസികാരോഗ്യവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഗർഭിണികളിലെ മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്ററ്റിക് ഗൈനക്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും RMOയുമായ ഡോക്ടർ കലാ പ്രമോദാണ്. തിരുവനന്തപുരം ഒബ്സ്റ്ററ്റിക് ഗൈനക്കോളജി സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഗർഭിണികളിൽ മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ഗർഭകാലത്തിന് മുമ്പും ഗർഭകാലത്തും പ്രസവത്തിന് ശേഷവും മാനസികാരോഗ്യം എങ്ങനെയായിരിക്കണം? ഗർഭിണികളിൽ മാനസികാരോഗ്യത്തിൻ്റെ പ്രാമുഖ്യം ശാരീരിക ആരോഗ്യത്തിനൊപ്പം തന്നെ ഉള്ള പ്രാധാന്യം മാനസികാരോഗ്യത്തിനുമുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു കണക്കുകൾ ഞാൻ പറയാം. നമ്മുടെ സംഘടന കേരള ഫെഡറേഷൻ നടത്തുന്ന ഒരു മാതൃമരണ നിരക്ക്, കാരണം ഏത് സംസ്ഥാനത്തിൻ്റെയും ഒരു വളർച്ചയുടെ ഇതാണ് മാതൃമരണ നിരക്ക്. അതിൻ്റെ സ്റ്റഡികളിൽ ഇപ്പോൾ ബാക്കി അസുഖങ്ങളെ പോലെ തന്നെ സൂയിസൈഡ്, ആത്മഹത്യാ നിരക്ക് ഗർഭിണികളിൽ ചെറുതായിട്ട് കൂടുന്നതായി കാണുന്നുണ്ട്. കോവിഡ് അനന്തരം മാനസിക രോഗങ്ങൾ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കൂടിയിട്ടുണ്ട്. അത് ഗർഭിണികളിലും പ്രസവ സമയത്തും പ്രസവത്തിന് ശേഷവും കൂടുന്നതായി നാം കാണുന്നുണ്ട്. ഇപ്പോൾ ആത്മഹത്യക്ക് ഇത് മാത്രമല്ല, ഒരു മാനസികാരോഗ്യം മാത്രമല്ല, പല സാമൂഹികവും സാമ്പത്തികമായ കാരണങ്ങളുണ്ടെങ്കിലും ഇത് നമ്മൾ ഒരു പ്രാമുഖ്യത്തിലെടുക്കണം. അതിനാൽ ഈ ഗർഭിണികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, ശാരീരിക ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം തന്നെ. ഡോക്ടർ, ഗർഭിണികളിൽ കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം കാരണങ്ങൾ മാനസികാരോഗ്യത്തെ ബാധിക്കാം? പല മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഗർഭിണികളിൽ കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പോസ്റ്റ്പാർട്ടം പീരീഡ്, അത് പ്രസവത്തിന് ശേഷവും ഗർഭാവസ്ഥയിലും വരുന്ന പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്നുള്ളൊരു കാരണമാണ്. ഇത് ഏകദേശം ഒരു 30 തൊട്ട് 70% ഗർഭിണികളിൽ കാണാറുണ്ട്. ഇത് വളരെ മൈന്യൂട്ടായിട്ട്, അതായത് നമ്മൾ പ്രസവത്തിന് ശേഷം ചിലപ്പോൾ പെട്ടെന്നൊരു എല്ലാത്തിനോടും നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള വിമുഖത, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനെയുള്ള സിംറ്റംസ് സാധാരണ പ്രസവത്തിന് ശേഷം കൂടുതൽ ഗർഭിണികൾക്കും കാണാറുണ്ട്. ഇതിന് നമ്മൾ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്നാണ് പറയുന്നത്. അത് പക്ഷേ സെൽഫ് ലിമിറ്റഡ് ആണ്, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സിംറ്റംസ് ഡിസപ്പിയർ ചെയ്യും. പക്ഷേ ഏറ്റവും അധികം സപ്പോർട്ടും ഒരു കൗൺസിലിങ്ങും മാത്രം ഇതിന് മതിയാകും, ചികിത്സയൊന്നും വേണ്ട. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ്. അത് കുറച്ചൊരു 10 തൊട്ട് 12% വരാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു ഇതാണ്. അതിൽ ഈ സിംറ്റംസ് ഒക്കെ തന്നെയായിരിക്കും, അതായത് എല്ലാത്തിനോടും ഒരു താല്പര്യക്കുറവ്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല, കുഞ്ഞിനോട് എല്ലാ അമ്മമാർക്കും പ്രസവത്തിന് ശേഷം കുഞ്ഞിനോടൊരു അറ്റാച്ച്മെൻറ്റ് അത് തോന്നാതിരിക്കുക, പിന്നെ എപ്പോഴും കിടക്കണം, പിന്നെ ഉറക്കമില്ലായ്മ, കാര്യങ്ങളോട് എല്ലാത്തിനോടും ഒരു വിരക്തി, ഭക്ഷണമില്ല, സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ശുചിത്വം, സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള സിംറ്റംസ് ആയിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോസ്റ്റ്പാർട്ടം ബ്ലൂവിലും വരും, പക്ഷേ അത് തനിയെ മാറും. ഇത് 2 ആഴ്ചയിൽ കൂടുതൽ ഈ സിംറ്റംസ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ സംശയിക്കണം. മൂന്നാമത്തെ ഒരെണ്ണം വളരെ അപൂർവമായിട്ട് കാണുന്നതാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്, ഒരു അമ്മയും കുഞ്ഞും കൂടെ ഒരു കിണറ്റിൽ ചാടി, രണ്ടുപേരും കുഞ്ഞ് മരിച്ചു, അമ്മ രക്ഷപ്പെട്ടു. ഇത് മിക്കവാറും പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഉള്ളതിലാണ്. ഇതിൽ അമ്മയ്ക്ക് ഒരുപാട് ഡെലൂഷൻസ്, മാനസിക രോഗത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, അതായത് തെറ്റായ ധാരണകളും വേണ്ടാത്ത കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഹാലുസിനേഷൻസ് ഇത് വരെ. അപ്പോൾ കുഞ്ഞിനെ കുറിച്ചായിരിക്കും, കുഞ്ഞ് വന്നതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യ ചിന്തകൾ വന്ന് ഇത് തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്ത് ചികിത്സ വേണ്ട ഒരു അസുഖമാണ്. ഇത് കൂടാതെ പല ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ്, ആങ്സൈറ്റി ഡിസോർഡർ, അങ്ങനെ പല ഇതുകളും ഗർഭാവസ്ഥയിൽ വരാം. പിന്നെ ആങ്സൈറ്റി പൊതുവെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് ഗർഭിണി കൂടെ ആകുമ്പോഴത്തേക്ക് ആ സ്ട്രെസ്സ്, ആങ്സൈറ്റി കൊണ്ടുള്ള സ്ട്രെസ്സ് പല ഗർഭിണികൾക്കും കൂടുതലായിട്ട് കാണാറുണ്ട്. അതൊക്കെ തന്നെ വളരെ സിമ്പിളായിട്ട് ചികിത്സിച്ച്, വലിയ ചികിത്സ കൂടാതെ തന്നെ ചിലപ്പം മാറ്റാവുന്ന പ്രശ്നങ്ങളാണ്. ഡോക്ടർ, ഗർഭിണികളിലെ വിഷാദരോഗം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതുപോലെ ഡിപ്രഷൻ വന്നാൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ രോഗിക്ക് പ്രത്യേകിച്ച് നമുക്ക് അമ്മമാർക്ക് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനെ മുതലിട്ടണം, കുഞ്ഞുമായിട്ടൊരു വൈകാരികമായ കണക്ഷൻ ചില അമ്മമാർക്ക് അത് തോന്നാതിരിക്കും. പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം, അത് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഉള്ള മടിയല്ല, അവർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുകയില്ല എന്നൊരു തോന്നലാണ്. പിന്നെ നെഗറ്റീവ്, എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ മൈനർ ഫോമിൽ വരുന്നത്. പക്ഷേ കുറച്ചുകൂടെ കടുത്ത രീതിയിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ സൂയിസൈഡ് ഐഡിയാസ്, അതായത് സ്വയം ജീവൻ എടുക്കണം എന്നുള്ള ചിന്തകൾ വരാം. അങ്ങനെ സിവിയർ ഫോമിൽ വരാം. ഇത് 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് ഇതിലോട്ട് പോകുന്നത്.
മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളിൽ കാണുന്ന എന്തെല്ലാം ലക്ഷണങ്ങൾ അവഗണിക്കരുത്? നിസാരമായി കാണരുതാത്ത സൂചനകൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെയാണ്. പക്ഷേ അതിനേക്കാളും നമ്മൾ റെഡ് ഫ്ലാഗ് സെൻസ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ അമ്മ കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുക. അതായത് കുഞ്ഞിനെ മുലയൂട്ടുന്നതിൽ പോലും വൈമുഖ്യം കാണിക്കുക, ചിലപ്പോൾ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി അമ്മയിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ടെൻഡൻസികൾ പിന്നെ നേരത്തെ പറഞ്ഞ ഓരോ ഇതിനും തന്നെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ ഇത് ഒരമ്മയെ കെയർഫുള്ളായിട്ട് നിരീക്ഷിക്കുന്ന കൂടുള്ളവർക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും നമ്മൾ ഈ ലോകത്തിൽ തന്നെ ധാരാളം സ്ക്രീനിങ് ടൂൾസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ വിഷാദ രോഗം കണ്ടുപിടിക്കാനുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് ഡയഗ്നോസിസ് അല്ല, സ്ക്രീനിങ്ങിന് വേണ്ടി നമ്മുടെ സർക്കാരും അതിനുവേണ്ടി ഇപ്പോൾ ഈ മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു അമ്മ മനസ്സ് എന്നൊരു പ്രോഗ്രാം 2019 മുതൽ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വഴിയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ചോദ്യാവലിയുണ്ട്, 10 ചോദ്യങ്ങളുള്ളൊരു ചോദ്യാവലിയുണ്ട്. അതിലെ ചോദ്യങ്ങൾ ഈ ഗർഭിണികളോ ഗർഭാവസ്ഥയിലും പ്രസവത്തിന് ശേഷമുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവരതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം അനുസരിച്ച് നമുക്ക് ഈ ഗർഭിണിക്ക് വിഷാദ രോഗമുണ്ടോ എന്ന് കണ്ടെത്തി അവരെ വേണ്ട ഒരു ഡോക്ടറെ അടുത്തോട്ട് റെഫർ ചെയ്യാൻ പറ്റും. കാരണം മാനസികാരോഗ്യം ഗർഭാവസ്ഥയിലുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് എല്ലാ PHCകളിലും ആശാ വർക്കേഴ്സ് വീടുകളിൽ വന്ന് ആ ചോദ്യാവലി വഴി ഗർഭിണികളിൽ നിന്ന് അത് കളക്ട് ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. ഡോക്ടർ, അമ്മയുടെ മാനസികാരോഗ്യം കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? അമ്മയുടെ മാനസികാരോഗ്യം മാനസികാരോഗ്യത്തിലെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് മാത്രമല്ല ദോഷമുണ്ടാക്കുന്നത്, അത് കുഞ്ഞിനെയും ആ കുടുംബത്തെ തന്നെ ആകപ്പാടെ ബാധിക്കും. കുഞ്ഞിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിഷാദ രോഗത്തിൻ്റെ ലക്ഷണം കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇത് ഗർഭാവസ്ഥയിലാണ് ഈ വിഷാദ രോഗം ഉണ്ടാകുന്നതെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഹെൽത്ത് ചെക്കപ്പിന് പോകാതിരിക്കും. കറക്റ്റായിട്ട് ഗർഭാവസ്ഥയിലുള്ള ചെക്കപ്പുകളുണ്ട്, അത് കറക്റ്റായിട്ട് നടത്താതിരിക്കുന്നത് വഴി അമ്മയ്ക്ക് വരുന്ന പല കോംപ്ലിക്കേഷൻസും പ്രഷർ, ഷുഗർ ഇത് കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. അത് കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നു. പിന്നെ കുഞ്ഞിന് വളർച്ചക്കുറവ് വരുന്നു. കാരണം അമ്മ സ്വന്തം കാര്യത്തിൽ സ്വന്തം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അത് കാരണം കുഞ്ഞിന് വളർച്ചക്കുറവ് വരാം. ഈ വളർച്ചക്കുറവ് കണ്ടുപിടിക്കാതെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചെക്കപ്പ് നടത്തുന്നില്ലല്ലോ. അപ്പോൾ കുഞ്ഞ് ഗർഭാവസ്ഥയിൽ തന്നെ വയറ്റിൽ കിടന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രസവത്തിന് ശേഷം കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാത്തതിനാൽ, കാരണം കുഞ്ഞിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നതിനാൽ കുഞ്ഞിന് ഭക്ഷണവും കറക്റ്റായിട്ട് കിട്ടാതെ പോഷകാഹാര കുറവ് കൊണ്ടുള്ള മാൽന്യൂട്രീഷൻ രോഗങ്ങൾ വരാം. പിന്നെ പല പഠനങ്ങളും കാണുന്നത് ഈ ഡിപ്രഷനുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം പഠന വൈകല്യങ്ങൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ പോലുള്ള പഠന വൈകല്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതാകുമ്പോഴത്തേക്ക് അവർക്ക് ഡിപ്രഷൻ തന്നെ അഡോളസെൻ്റ് ഏജിൽ കൗമാരപ്രായത്തിൽ തന്നെ ഈ ഡിപ്രഷനുള്ള അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അമ്മയുടെ ശ്രദ്ധ കിട്ടാത്തതിനാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വരും. ചിലപ്പോൾ ആക്സിഡൻറ്റ്സ്, അമ്മ ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞെങ്ങോട്ടാണ് പോകുന്നതെന്ന്, അപ്പോൾ കുഞ്ഞിന്ന് വല്ല ആക്സിഡൻറ്റിലും പെടാം. പിന്നെ ഈ വിഷാദ രോഗത്തിൻ്റെ തീവ്രാവസ്ഥയിൽ അമ്മ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാം. അപ്പോൾ അമ്മയുടെ ഒരു കരുതൽ ആ കുഞ്ഞിന് നഷ്ടപ്പെടുന്നു. അങ്ങനെ പല പ്രോബ്ലംസ് കുഞ്ഞുങ്ങൾക്ക് അമ്മമാരിലുള്ള വിഷാദ രോഗം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഈ വിഷാദ രോഗം എന്നുള്ളത്. ഡോക്ടർ, ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ഉറക്കക്കുറവ്, സ്ട്രെസ്, അമിത ആകാംക്ഷ ഇവയെല്ലാം കുഞ്ഞിനെ ബാധിക്കുമോ? ഇതിലെ അപകട സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. പല പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത് അമ്മമാർക്ക് ഈ വിഷാദ രോഗവും പല ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ഭാവിയിൽ, അതായത് പിന്നെ പഠിക്കുന്ന സമയത്ത് പല ലേണിംഗ് ഡിസബിലിറ്റീസ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ അതെല്ലാം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ പല മാനസിക വൈകല്യങ്ങളും ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടായിരുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു തന്നെ കുഞ്ഞിന് വരുന്ന പ്രശ്നങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗർഭിണികളിലെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? ഗർഭകാലം എങ്ങനെ ആഹ്ലാദകരമാക്കാം? അതുപോലെ തുടക്കം മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, ഗർഭിണികളുടെ മാനസികാരോഗ്യത്തിന് നമ്മുടെ നാട്ടിൽ അധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷേ അത് ഗർഭിണിയെ നോക്കുന്ന ഡോക്ടറും കുടുംബവും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഗർഭിണി എപ്പോഴും സന്തോഷവതിയായിട്ട് ഗർഭാവസ്ഥയിൽ ഇരിക്കണം. പിന്നെ ഇപ്പോൾ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും അവർക്ക് ഗർഭാവസ്ഥയിലും കൂടുതലും പ്രസവത്തിന് ശേഷമാണ് കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം.
പിന്നെ ഉള്ളത് മാനസികാരോഗ്യ അസ്വസ്ഥതകൾ സാധാരണയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഓൾറെഡി മാനസിക രോഗം ഉള്ള ഒരു ഗർഭിണിക്കാണ്. ഏറ്റവും കൂടുതൽ പഠനങ്ങളിൽ ധാരാളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് മാനസിക രോഗത്തിന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൾറെഡി മാനസിക രോഗമുള്ള രോഗികൾക്കാണ്. അതായത് അല്ലെങ്കിൽ കഴിഞ്ഞ ഗർഭാവസ്ഥയിൽ ഡിപ്രഷൻ വന്നിട്ടുള്ള രോഗികൾക്ക്, ഇവർക്കൊക്കെയാണ് ഈ പ്രാവശ്യവും മാനസിക രോഗം വരാൻ സാധ്യതയുള്ളവർ. അപ്പോൾ അവർ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഗർഭിണികൾക്കറിയാം ഈ മരുന്ന് ഗർഭാവസ്ഥയിൽ ചിലപ്പോൾ ശിശുവിനെ ബാധിച്ചേക്കാം. അപ്പം ഗർഭിണി ആകുമ്പോൾ തന്നെ ഇവർ ചിലപ്പോൾ മരുന്ന് ഒഴിവാക്കിയെന്നിരിക്കും, കഴിക്കാതിരുന്നെന്നിരിക്കും. അപ്പോൾ അത് ഉറപ്പാക്കേണ്ടത് ആക്ച്വലി ഈ മാനസിക രോഗമുള്ള ഗർഭിണികൾക്ക് നമ്മൾ ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അതിന് നമ്മൾ പ്രീ കൺസെപ്ഷൽ കൗൺസിലിംഗ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് തന്നെ അവരുടെ ഡോക്ടറെ കണ്ട് ഈ ഗുളികളുടെ ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ കഴിക്കേണ്ടതാണ്. ഗുളിക ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ഈ കൂടുള്ളവരും ശ്രദ്ധിക്കണം. ഗർഭകാലത്തിൽ ഇവർ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ ഇവർ സ്വന്തം കാര്യം ശ്രദ്ധിക്കത്തില്ല, സ്വന്തം ആരോഗ്യവും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള കെയർ കൂടുള്ളവർ അത് എടുക്കണം. പിന്നെ ഇവരെ കറക്റ്റായിട്ട് ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ അടുത്തത് എല്ലാ ഗർഭിണികൾക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ആദ്യമാണ് പ്രസവത്തോടനുബന്ധിച്ച്. അത് പൊതുവെ എല്ലാ ഗർഭിണികൾക്കും ലേബർ പെയിൻസിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ നമ്മൾ സാധാരണ ആൻറ്റിനേറ്റൽ ക്ലാസ്സുകളിൽ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് ആ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടി പെയിൻ എങ്ങനെയാണ് അതിന് മരുന്നുകൾ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം അവർക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്, അതായത് ലക്ഷ്യ എന്ന് പറഞ്ഞ മിക്ക സർക്കാർ ആശുപത്രികളിലും അമ്മയ്ക്കൊരു കൂട്ട് എന്നൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഗർഭിണികൾക്ക് പ്രസവത്തിന് വരുന്ന ഗർഭിണികൾക്ക് കൂടെ ഒരു ബൈസ്റ്റാൻഡറേയും കൂടെ പ്രസവ സമയത്ത് കൂടെ നിർത്തുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഏറ്റവും അധികം ഉണ്ടാകുന്നത് ഈ മാനസിക രോഗമുള്ള, പ്രത്യേകിച്ച് സ്ട്രെസ്സും ഡിപ്രഷനും ഉള്ള ഗർഭിണികൾക്കാണ്. കാരണം ഇപ്പോൾ അവർക്ക് വിശ്വാസമുള്ള ഒരാൾ കൂടെ ഉള്ളപ്പോൾ അവർക്ക് അതൊരു വളരെയധികം ഒരു സപ്പോർട്ട് തന്നെയാണ് പ്രസവ സമയത്ത്. കാരണം ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു സമയമാണ് ആ പ്രസവം. ഏറ്റവും കൂടുതൽ വേദന ഒരു സ്ത്രീ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് തടവി കൊടുക്കാനായിട്ട് ഒരു ബൈസ്റ്റാൻഡർ കൂടെയുള്ളത് പ്രത്യേകിച്ച് ഈ മാനസികമായി സ്ട്രെസ് അനുഭവിക്കുന്ന ഗർഭിണികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അത് നമ്മുടെ ഇപ്പോൾ SIT പോലുള്ള തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിലും പിന്നെ കേരളത്തിൽ തന്നെ പല പല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ബൈസ്റ്റാൻഡറെ കൂടെ നിർത്തുന്നത്. പിന്നെ പ്രൈവറ്റ് ആശുപത്രികളിൽ അതുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്കും അത് കിട്ടുന്നുണ്ട് ഈ ഒരു അമ്മയ്ക്കൊരു കൂട്ട് പദ്ധതി വഴി. പിന്നെ അടുത്തത് പ്രസവത്തെ സമയത്ത് ഇവർക്ക് അമിതമായിട്ടുള്ള പെയിൻ വരുമ്പോൾ അതിനുള്ള പെയിൻ റിലീഫിനുള്ള മരുന്നുകൾ കൊടുക്കണം. പിന്നെ പ്രസവത്തിന് ശേഷം ഇവരുടെ കൂടുതലുള്ള മോണിറ്ററിങ്ങും ആവശ്യമാണ്. സിസേറിയൻ മിക്കവാറും ഈ മാനസിക രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് സിസേറിയൻ വേണ്ടി വരാറില്ല. പക്ഷേ ചില പോസ്റ്റ്മോർട്ടം ഡിസീസുകളിൽ മാനസിക രോഗമുള്ളവരിൽ ചിലപ്പോൾ അവർ ഈ പെയിനൊക്കെ വരുമ്പോഴും ലേബർ റൂമിൽ കയറുമ്പോഴും ചിലപ്പോൾ വയലൻ്റ് ആയേക്കാം. ചിലപ്പോൾ അവർ രോഗിയെ പരിശോധിക്കാൻ കൂടെ സമ്മതിക്കത്തില്ല ഡോക്ടർമാർ. അങ്ങനെയുള്ള അപ്പം നമുക്ക് പരിശോധിച്ച് നോക്കാതെ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ നമുക്ക് ലേബർ മോണിറ്ററിങ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ സിസേറിയനായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അല്ലാതെ സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രസവം നോർമലി തന്നെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഡോക്ടർ, ഗർഭിണികളിലെ മാനസികാരോഗ്യ സംരക്ഷണത്തിൽ കുടുംബം നൽകേണ്ട പിന്തുണ എന്തൊക്കെയാണ്? ഗർഭിണികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിൽ കുടുംബത്തിന് വളരെയധികം പങ്കാളികളാകേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ചില ഗർഭിണികളിൽ ഈ മാനസിക രോഗം ഗർഭാവസ്ഥയിൽ വരുന്നു എന്നുള്ളത് അത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് കുടുംബത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. അതായത് ഒന്ന് പ്രഗ്നൻസിയിൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ഹോർമോണൽ വ്യതിയാനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഗർഭാവസ്ഥയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ ഒന്ന് സാധാരണ ഗതിയിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ പിന്നെ മാനസിക രോഗമുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഒരു മേജർ റിസ്ക് ഫാക്ടർ അതാണ്. അതുകൂടാതെ ധാരാളം സോഷ്യൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് അതായത് കുടുംബത്തിൻ്റെ സപ്പോർട്ട്. കുടുംബത്തെ ഒരു ഗർഭിണിക്ക് പണ്ടുള്ള കാലത്ത് നമ്മുടെ എല്ലാം കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പോൾ ഒരു ഗർഭിണിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു കുഞ്ഞിനെ വളർത്താനോ ഗർഭാവസ്ഥ തരണം ചെയ്യാനോ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ മിക്കവാറും ഒരു പങ്കാളി മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കുടുംബത്തിൽ നിന്നും പങ്കാളിയിൽ നിന്നുള്ള സപ്പോർട്ട് കുറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ. അപ്പോൾ പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം ഈ പങ്കാളിയുടെ പീഡനം, ശാരീരികവും മാനസികമായ ഒരു പീഡനം, അതും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ അതായത് ഈ മാനസിക രോഗം ഉണ്ടാക്കുന്നതിൽ ഈ കുടുംബവും പങ്കാളിയും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തെന്ന് വെച്ചാൽ ഈ പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. സാധാരണഗതിയിൽ പ്രായമായിട്ടുള്ള അമ്മമാരിലും അതേപോലെ തീരെ ചെറുപ്പത്തിൽ ഗർഭിണിയാകുന്നവരിലും ഈ മാനസിക രോഗ ഡിപ്രഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്.
പിന്നെ ഒന്ന് നമുക്കറിയാം പ്രഗ്നൻസി എപ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യമാണെങ്കിലും ചിലർക്ക് അത് ചിലപ്പോൾ താമസിച്ചായിരിക്കും. അപ്പോൾ ധാരാളം വന്ധ്യതാ ചികിത്സയൊക്കെ എടുത്ത് IVF ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അങ്ങനെയുള്ളവരിൽ പ്രഗ്നൻസിയെക്കുറിച്ചുള്ള സ്ട്രെസ്സ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നൊന്ന് ഇത് മുമ്പൊരു ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി എന്ന് പറയും, അതായത് മൾട്ടിപ്പിൾ കുറേ അബോർഷൻസ് കഴിഞ്ഞുള്ള പ്രഗ്നൻസി, അതേപോലെ മറ്റു നേരത്തെ ഒരു കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു, അങ്ങനെയൊക്കെയുള്ളൊരു ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി ഉള്ള ഒരു അമ്മയ്ക്ക് പൊതുവേ അവർ ഗർഭത്തെ സമീപിക്കുന്നതിന് വളരെ ആങ്സൈറ്റിയോടായിരിക്കും. അപ്പോൾ അവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. പിന്നൊന്ന് ഞാൻ ഒരു സ്ത്രീയുടെ ആർക്ക് വേണമെങ്കിലും ഡിപ്രഷൻ വരാവുന്ന ഒരു സാധ്യതയാണ് ഒരു ജീവിതത്തിലെ ഒരു ലൈഫ് ഇവൻറ്റ്, ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്. അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ പങ്കാളിയെ നഷ്ടപ്പെടുക, ഇല്ലെങ്കിൽ സ്വന്തം ജോലി നഷ്ടപ്പെടുക, അതൊക്കെ ചിലപ്പോൾ മാനസിക രോഗം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ പങ്കാളിക്ക് ഏതൊക്കെ വിധത്തിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ മിക്ക സ്ത്രീകളും താമസിച്ചാണ് കല്യാണം കഴിക്കുന്നത്. കാരണം അവരുടെ കരിയർ അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രഗ്നൻസി അവർക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അതായത് ഹസ്ബൻഡും വൈഫ് രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പ്രഗ്നൻസിയുടെ ഒരു പാർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജോബ് സ്ട്രെസ്സുകൾ കാരണം ജോലിയും കൂടെ വെച്ചുകൊണ്ടാണ് അവർ ഗർഭധാരണവും മുലയൂട്ടലും എല്ലാം നിർവഹിക്കുന്നത് പ്രസവത്തിന് ശേഷമുള്ള സമയം. അപ്പോൾ ആ ജോബ് സ്ട്രെസ്സിൽ നിന്ന് നല്ലൊരു ഇത് കിട്ടും ഈ വിധത്തിലെല്ലാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. കാരണം പ്രഗ്നൻസി ഇപ്പോൾ ആഘോഷിക്കപ്പെടുകയാണ് സോഷ്യൽ മീഡിയകളിൽ, പല ഈവൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രഗ്നൻസിയിൽ അങ്ങനെയുള്ള ഈവൻറ്റുകൾ നടത്തിയും കുടുംബത്തിനും പങ്കാളിക്കും ഈ ഗർഭിണിയുടെ മാനസികാരോഗ്യം മുമ്പിലോട്ട് കൊണ്ടുപോകാൻ നന്നാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലത് തന്നെയാണ്. ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഉപദ്രവിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് എത്രത്തോളം രോഗം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ന്യൂസിൽ ചിലപ്പോൾ ഇങ്ങനെ വായിക്കാറുണ്ട്. അതെല്ലാം സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും അപൂർവമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നൊരു സ്റ്റേജിലാണ്. അതായത് ഷിസോഫ്രീനിയ പോലുള്ള അത് അപൂർവമായിട്ട് ചിലപ്പോൾ അങ്ങനെയുള്ള രോഗമുള്ളവരാകാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ടൈം വരുന്നതാകാം. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൽ അവർക്ക് ചിലപ്പോൾ ഡെലൂഷൻസും, അതായത് തെറ്റായ ചില ധാരണകൾ അങ്ങനെ വരാം. അപ്പോൾ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് വന്നതോടുകൂടി തനിക്ക് എന്തോ പ്രശ്നം എനിക്കും എൻ്റെ കുടുംബത്തിന് വരാൻ പോകുന്നു, ഇങ്ങനെയുള്ള ഡെലൂഷൻസ്. പിന്നെ ചിലപ്പോൾ ഹാലുസിനേഷൻസ്, ആരോ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ, അത് വിഷ്വലാകാം, ഓഡിറ്ററി ഹാലുസിനേഷൻ, ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ അവർ ചിലപ്പം ചെയ്തു പോകുന്നതാണ്. അത് തീർച്ചയായിട്ടും ചികിത്സ വേണ്ട ഒരു രോഗമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് മാറ്റി അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ചികിത്സ കൊടുക്കേണ്ട ഒരു കണ്ടീഷനാണ് ഇത്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്. ഡോക്ടർ, ഗർഭിണികളിലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? രോഗത്തിന് ഓൾറെഡി ചികിത്സകൾ ധാരാളമുണ്ട്. അതായത് ഓൾറെഡി ഇപ്പം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് പ്രഗ്നൻസിയിൽ മുമ്പ് തന്നെ മാനസിക രോഗമുള്ളവർക്കാണ്. അപ്പോൾ അവരതിനുള്ള മരുന്നുകൾ ഓൾറെഡി കഴിക്കുന്നുണ്ടാകും. പലതരത്തിലുള്ള മരുന്നുകളുണ്ട് ഡിപ്രഷന് കൊടുക്കുന്നത്, ആ മരുന്നുകൾ അവർ കഴിക്കുന്നുണ്ടാകും. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഒന്നാമത്തെ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ലാത്തതിന് ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, അതിന് നമുക്ക് കൗൺസിലിങ്ങും ഒരു സപ്പോർട്ടും മാത്രം മതിയാകും. പിന്നെ ഉള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞുള്ള മൈൽഡ് തെറാപ്പി ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് ഫാർമക്കോ തെറാപ്പി, അതായത് മരുന്ന് കൊണ്ടുള്ള ചികിത്സ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഈ മരുന്നുകൾ, അപ്പോൾ അത് പല ഗർഭിണികൾക്കും അതറിയാം. ഈ മരുന്നുകൾ ഇപ്പം നമുക്കറിയാം ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ മരുന്നുകൾ കഴിച്ചാൽ ചില മരുന്നുകൾ പ്രഗ്നൻസിയിൽ ഗർഭസ്ഥ ശിശുവിന് ചിലപ്പം ബാധിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളുമുണ്ട്. അപ്പോൾ ഒരു മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഡോക്ടറെ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്ന് ഒഴിവാക്കാൻ പറ്റുകയില്ല. പക്ഷേ ചില മരുന്നുകൾ മാറ്റി കുഴപ്പം കുറവുള്ള മരുന്നുകളും, അതേപോലെ മരുന്നുകളുടെ തവണകൾ ഡോസുകളും, അതേപോലെ അതിൻ്റെ നമ്പർ ഓഫ് ടൈംസും അതൊക്കെ കുറച്ച് ഗർഭകാലത്ത് അവർക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലാതെ ആ ചികിത്സ തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ തീവ്രമായിട്ട് നേരത്തെ പറഞ്ഞ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, സിവിയർ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, സൂയിസൈഡൽ ഐഡിയാസ്, ആത്മഹത്യാ പ്രവണത, അങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസിയിൽ ഇലക്ട്രോ കൺവൽസി തെറാപ്പി, ഷോക്ക് തെറാപ്പിയും ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചികിത്സകളും അവൈലബിൾ ആണ്. ഏറ്റവും പ്രധാനം ഇത് കണ്ടുപിടിക്കുക. അപ്പം നേരത്തെ ചോദിച്ചല്ലോ കുടുംബാംഗങ്ങളുടെ ഒരു പ്രധാന ഒരു അസുഖം ഉള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഇല്ല പുതുതായിട്ടുള്ള ചേഞ്ചസ്
ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഡിറ്റക്ട് ചെയ്യുക. അപ്പോൾ ആ അമ്മയുടെ അത്രയും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പങ്കാളിക്കോ അല്ലെങ്കിൽ ബാക്കി കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കോ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചികിത്സ വേണ്ടതാണെങ്കിൽ, കാരണം അത് തീർച്ചയായിട്ടും പറയാൻ കാരണം ധാരാളം സ്റ്റിഗ്മയുള്ള ഒരു അസുഖമാണ് മാനസിക രോഗം എന്നുള്ളത്. ആ സ്റ്റിഗ്മ കുറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം ഇപ്പം നമുക്കറിയാം ശാരീരിക ഒരു അസ്വസ്ഥത പോലെ ഒരു പ്രാധാന്യമുള്ള ഒരു ഇത് തന്നെയാണ്, അതേ ഇതുള്ള ഒരെണ്ണം തന്നെയാണ് മാനസികാരോഗ്യവും. അപ്പോൾ അതിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു ഡോക്ടറെ എടുത്തിട്ട് കൊണ്ട് കാണിക്കണം. ഡോക്ടർ, ഗർഭകാലത്തുണ്ടാവാറുള്ള ബ്ലീഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾ പിന്നീട് മാനസികാരോഗ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗർഭകാലത്തിൽ ബ്ലീഡിങ്ങും മാനസികാരോഗ്യമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഈ പല ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് പ്രഗ്നൻസി ആയി വരുന്ന അമ്മമാരാകാം കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ബ്ലീഡിങ് പോലും അവരുടെ ആങ്സൈറ്റി, സ്ട്രെസ്സ് കൂട്ടാം. പ്രത്യേകിച്ച് ഇതിന് പ്രോൺ ആയിട്ടുള്ള ആളുകളാണ് പ്രീവിയസ്ലി ഒരു അബോർഷൻ വന്നിട്ടുള്ളവർ, പ്രീവിയസ്ലി ഒരു കുഞ്ഞ് മരിച്ചു പോയത്, ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി ഉള്ളവർ. അപ്പോൾ അവർ പ്രഗ്നൻസിയിൽ ഏതൊരു ബ്ലീഡിങ്ങിനെ അവർ വളരെയധികം ഭയപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ബ്ലീഡിങ് വരുമ്പോഴേക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, പിന്നെ ഫുൾ ബെഡ് റെസ്റ്റ് അങ്ങനെയുള്ള ഇതിലോട്ട് ചിലപ്പം അപൂർവമായിട്ട് അങ്ങനെയുള്ളൊരു റിസ്ക് ഗ്രൂപ്പ്സ് ആണ് മാനസിക രോഗം ഡെവലപ്പ് ചെയ്യാൻ. അല്ലാതെ മാനസിക രോഗവും ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് ബ്ലീഡിങ് അങ്ങനെ വരേണ്ട ഒരു കാര്യവും ഇല്ല. ഡോക്ടർ, ഗർഭിണികളിലെ മാനസികാരോഗ്യ സംരക്ഷണത്തിനായി സർക്കാർ തലത്തിൽ നടത്തിവരുന്ന മറ്റ് കൗൺസിലിംഗ് പരിപാടികളെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിരുന്നു. നമുക്കറിയാം ഇപ്പോൾ ഈ മാനസിക രോഗം ഗർഭാവസ്ഥയിൽ നമുക്കൊരു ഡയഗ്നോസിസിന് ഒരു സൈക്യാട്രി ഡോക്ടർ തന്നെ വേണം. പക്ഷേ അത് സ്ക്രീൻ ചെയ്ത്, ഗർഭിണികളിൽ ഇത് ഇത്രയും കൂടുതലായതുകൊണ്ട് അത് സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടി ധാരാളം ചോദ്യാവലികൾ നമ്മുടെ നെറ്റ് അവൈലബിൾ ആണ്, ഇൻ്റർനാഷണൽ ആഗോളതലത്തിൽ തന്നെ അവൈലബിൾ ആണ്. അത് അതുമല്ല, നമ്മുടെ ഈ പഠനങ്ങളിൽ നിന്ന് ഇത് ഗർഭാവസ്ഥയിലെ മാനസിക രോഗം കൂടുതലാണ് എന്ന് കണ്ടതിൽ സർക്കാർ തന്നെ 2019 അമ്മ മനസ്സ് എന്നൊരു പ്രോഗ്രാം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ അമ്മ മനസ്സ് പദ്ധതി പ്രകാരം ഈ സർക്കാർ ആശുപത്രികളിൽ, അതായത് എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെയും ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അതിപ്പോൾ ആശാ വർക്കറാകാം, അവിടുത്തെ JPHന്മാരാകാം, അവർക്ക് ഈ ചോദ്യാവലി, ഒരു 10 ചോദ്യങ്ങളുള്ളൊരു ചോദ്യാവലിയാണ് അമ്മ മനസ്സ്. അപ്പോൾ അവിടെ ചികിത്സയ്ക്ക് എത്തുന്ന ഗർഭിണികളിൽ നിന്നും ഇവർ വീടുകളിൽ വിസിറ്റിന് പോകുമ്പോൾ ഗർഭിണികളെ എന്തായാലും ഗർഭാവസ്ഥയിൽ കാണുമല്ലോ. കാരണം ഈ മാനസിക ഡിപ്രഷൻ പ്രസവത്തിന് ശേഷം മാത്രമല്ല ഗർഭാവസ്ഥയിലും ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അവർക്ക് ഈ ചോദ്യാവലികൾ കൊടുക്കും. അത് അവർ ഫില്ല് ചെയ്തതിനനുസരിച്ച് അതിൽ ഇത്രയും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ടെർഷറി കെയർ സെൻ്ററിലോട്ട് റെഫർ ചെയ്യുന്നത് അവരുടെ ഇതാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഈ സ്ക്രീനിങ് വഴി നമുക്ക് ഒരു പരിധി വരെ ഈ ഗർഭിണികളുടെ മാനസിക രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതിനും വേണമെന്നുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് ചികിത്സ നൽകുന്നതിനും സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതി വളരെ വിജയകരമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്, പ്രൈമറി തലം മുതൽ തന്നെ. പിന്നെ എല്ലാ ടെർഷറി കെയർ സെൻ്ററിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലെല്ലാം അറ്റാച്ച്ഡ് സൈക്യാട്രി ക്ലിനിക്കും ഉണ്ട്. പോസ്റ്റ്മോർട്ടം ഈ രോഗികൾക്ക് വേണ്ടിയല്ല, അമ്മമാരിലെ മാനസിക രോഗം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രീനിങ് നടക്കുന്ന ക്ലിനിക്കുകൾ എല്ലാ ഗർഭിണികളുടെ OPയോടനുബന്ധിച്ചും നടപ്പിലാക്കി വരുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഗർഭിണികളും മാനസികാരോഗ്യവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഗർഭിണികളിലെ മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും RMOയുമായ ഡോക്ടർ കലാ പ്രമോദാണ്. തിരുവനന്തപുരം ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.